മൂന്നാമത്തെ ഗ്രൂപ്പ് ചോദ്യങ്ങളിലെ രണ്ടാമത്തെ സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. QGIS ആണ്. QGISലെ ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. സോഫ്റ്റ്വെയർ തുറന്ന് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള QGIS എന്ന ഫോൾഡറിലെ പഞ്ചായത്ത് മാപ്പ് .qgs എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. റിവർ, സ്ട്രീം ലെയറുകളെ ഭൂപടത്തിൽ പ്രദർശിപ്പിക്കുക. തുടർന്ന് ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന നദിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഐഡന്റിഫൈ ഫീച്ചർ ടൂൾ ഉപയോഗിച്ച് പ്രദർശിപ്പിക്കുക. മാപ്പും നദിയും ദൃശ്യമാകുന്ന വിധം സ്ക്രീൻഷോട്ട് തയ്യാറാക്കുക. ഇത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഫയൽ നാമമാക്കി നൽകി സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്ക്രീൻഷോട്ട് എടുക്കുന്ന എങ്ങനെയെന്നും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ തുറക്കാം. ആപ്ലിക്കേഷൻ, സയൻസ്, ക്വാണ്ടം GIS എന്ന ക്രമത്തിൽ സോഫ്റ്റ്വെയർ തുറക്കുക. ഓപ്പൺ പ്രോജക്റ്റ് ക്രമത്തിൽ പ്രോജക്റ്റിനെ തുറക്കുക. എക്സാം ഡോക്യുമെന്റ്സിന്റെ ഉള്ളിൽ QGIS എന്ന ഫോൾഡർ ഉണ്ടാകും. അതിന്റെ ഉള്ളിലെ പഞ്ചായത്ത് മാപ്പ് .qgs എന്ന ഫയൽ തുറക്കുക, എന്ന പ്രോജക്റ്റ് തുറക്കുക. ചോദ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ റിവറും സ്ട്രീമും ലെയറുകളെ ഭൂപടത്തിൽ പ്രദർശിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ ചോദ്യം. റിവർ, സ്ട്രീം ഇവയുടെ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് റിവറും സ്ട്രീമും നമുക്കിതിൽ പ്രദർശിപ്പിക്കാം. തുടർന്ന് ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന നദിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഐഡന്റിഫൈ ഫീച്ചർ ടൂൾ ഉപയോഗിച്ച് പ്രദർശിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഐഡന്റിഫൈ ഫീച്ചർ ടൂൾ ഉപയോഗിച്ച് ആ റിവറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഐഡന്റിഫൈ റിസൾട്ട് നമുക്ക് ലഭ്യമാകുന്നു. മാപ്പും നദിയും ദൃശ്യമാകുന്ന വിധം സ്ക്രീൻഷോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാപ്പും നദിയും ദൃശ്യമാകുന്ന വിധം കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ ബട്ടൺ ഉപയോഗിച്ച് സ്ക്രീൻ പ്രിന്റ് ചെയ്യുക. സേവ് ഇൻ ഫോൾഡർ അതർ തിരഞ്ഞെടുത്ത് ഹോമിലെ എക്സാം 10 ഫോൾഡറിനുള്ളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സേവ് ചെയ്യുക. ചോദ്യ നമ്പരും നൽകുക. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രവർത്തനം സേവായി. മറ്റൊരു ചോദ്യം പരിശോധിക്കാം. സോഫ്റ്റ്വെയർ തുറക്കുന്നത് എങ്ങനെയെന്നും പ്രോജക്റ്റ് തുറക്കുന്നത് എങ്ങനെയെന്നും നമ്മൾ കണ്ടു. അതിനുശേഷമുള്ള കാര്യങ്ങൾ നോക്കാം. ഹോമിലെ ഹൗസും റോഡ് ലെയറുകളെ ഭൂപടത്തിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗസ് ലെയറിനെ പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. ഹൗസ്, റോഡ് ലെയറുകളെ ഭൂപടത്തിൽ പ്രദർശിപ്പിക്കുന്നു. അതിനുശേഷം ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വീടുകളുടെയും വിവരങ്ങൾ അടങ്ങിയ ആട്രിബ്യൂട്ട് ടേബിൾ പ്രദർശിപ്പിക്കുക. അതിനായി ഹൗസ് ലെയറിൽ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക്, ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആട്രിബ്യൂട്ട് ടേബിൾ ലഭ്യമാകും. ഇതിന്റെ സ്ക്രീൻഷോട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് തയ്യാറാക്കുന്നതിന് നമ്മൾ തൊട്ട് മുമ്പെയുള്ള ചോദ്യത്തിൽ കണ്ടു. ആ രീതിയിൽ ചോദ്യം പൂർത്തീകരിക്കാൻ എല്ലാ കൂട്ടുകാരും ശ്രമിക്കും. ഒരു ചോദ്യം പരിശോധിക്കാം. റോഡ്, വില്ലേജ് റോഡ്, റിവർ എന്നീ ലെയറുകളെ മാത്രം ഭൂപടത്തിൽ പ്രദർശിപ്പിക്കുക. റോഡിനെ ഏറ്റവും മുകളിലുള്ള ലെയറായി ക്രമീകരിച്ച് സ്ക്രീൻഷോട്ട് തയ്യാറാക്കാൻ. റോഡ്, വില്ലേജ് റോഡ്, റിവർ എന്നിവ മാത്രം. റോഡ്, വില്ലേജ് റോഡ്, റിവർ എന്നിവ മാത്രം പ്രദർശിപ്പിക്കുന്നു. മറ്റ് ലെയറുകളിലെ ചെക്ക് ബോക്സ് ഒഴിവാക്കുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ട് തയ്യാറാക്കാൻ നിങ്ങൾക്കറിയാം. ഇതിൽ നിന്ന് ഇപ്പോൾ മോഡൽ പരീക്ഷാ ചോദ്യങ്ങളിൽ ലഭ്യമായിട്ടുള്ള ചോദ്യങ്ങൾക്കും അപ്പുറത്തോട്ട് ചിന്തിച്ചാൽ ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായി ബഫറിംഗ്, എന്താണ് ബഫറിംഗ് എന്നും എങ്ങനെയാണ് ബഫറിംഗ് ചെയ്യേണ്ടതെന്നും പുസ്തകത്തിൽ വളരെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. വളരെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വിശദമായി നൽകിയിട്ടുണ്ട്. അത് എല്ലാ കൂട്ടുകാരും നോക്കുക. ഇപ്പോൾ പുതിയൊരു ലെയറിൽ, വെല്ല് ലെയറിൽ പുതിയ കിണറുകൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ വെൽ ലെയർ സെലക്ട് ചെയ്ത ശേഷം ടൂൾ എഡിറ്റിംഗ് ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആക്റ്റീവ് ആവുന്ന ടൂളിലെ ക്യാപ്ചർ പോയിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് കിണർ അടയാളപ്പെടുത്തേണ്ട സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ID, ഓണർ, യൂസ്, ഡെപ്ത് എന്നീ വിവരങ്ങൾ നൽകിയാൽ നമുക്ക് പുതിയ കിണറുകളെ അടയാളപ്പെടുത്താം. ഇതിൽ നിന്ന് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിട്ടുള്ളത് ന്യൂ പ്രിന്റ് കമ്പോസർ എന്ന സാധ്യത. ഫയൽ, ന്യൂ പ്രിന്റ് കമ്പോസർ,
പടത്തിനെ ആ മാപ്പിനെ ചിത്രമായി എക്സ്പോർട്ട് ചെയ്യാൻ ഈ സാധ്യത ഉപയോഗിക്കാം. ആഡ് ന്യൂ മാപ്പ് ടൂൾ ഉപയോഗിച്ച് ഒരു റെക്ടാങ്കിൾ വരച്ച് ആഡ് ചെയ്യാം. ഇതിലേക്ക് ലെജൻഡ് ആഡ് ന്യൂ വെക്ടർ ലെജൻഡ് ടൂൾ ഉപയോഗിച്ച് ഒരു ലെജൻഡ് ആഡ് ചെയ്യാം. ലേബൽ ടൂൾ ഉപയോഗിച്ച് മുകളിലായി ഒരു ലേബൽ, ആ ലേബൽ എഡിറ്റ് ചെയ്യാൻ ഐറ്റം ടാബ് ഉപയോഗിക്കാം. മറ്റ് സങ്കേതങ്ങളെ പ്രത്യേകം ചെയ്ത് പഠിക്കുക. ഇതിനെ എക്സ്പോർട്ട് ചെയ്യാൻ ഫയൽ, എക്സ്പോർട്ട് ആസ് ഇമേജ് ഓപ്ഷൻ ഉപയോഗിച്ച് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്ത് സേവ് ചെയ്യുക. ഈ ടൂളുകളുടെ പേരുകൾ മൗസ് കൊണ്ടെത്തി അതിന്റെ മൗസ് കൊണ്ട് ടൂളുകളുടെ മുകളിൽ വെച്ച് വരുന്ന പേരുകൾ പഠിച്ചു വയ്ക്കുന്നത് തിയറി പരീക്ഷയ്ക്ക് ഏറ്റവും ഗുണകരമായിരിക്കും. ക്യൂജിസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ചെയ്യാൻ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. എല്ലാ കൂട്ടുകാരും ക്യൂജിസ് ചോദ്യം ചെയ്ത് പഠിച്ച് പരീക്ഷയ്ക്ക് ആത്മവിശ്വാസത്തോടു കൂടി പോവുക.